കുഞ്ഞേച്ചി വിഷുക്കണി ഒരുക്കുന്ന തിരക്കില്ല, ഞങ്ങളെല്ലാവരും അത് കാണുന്നതിൻ്റെ തിരക്കിലും. നമ്മുടെ വീഡിയോയിലോട്ട് പോരെ. ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, മുഴുവനായിട്ടും കാണണം. പപ്പ പായസമൊക്കെ വെക്കുന്നുണ്ട്, പോരെ. 4 കൊണ്ടോ കേട്ടോ, 4 പിടിച്ചില്ല. ഇനി ഒന്നുകൂടെ ചേട്ടൻ കുഞ്ഞ അവിടെ ഒരു മുണ്ടുണ്ട്, ആ മുണ്ടെടുത്തോണ്ട് വരാമോ? അങ്ങനെ വീണ്ടും ഒരു വിഷുക്കാലം കൂടി വന്നു. നല്ലൊരു വിഷു ഒക്കെ ആയിട്ട് എല്ലാവരും ആഘോഷിച്ച് കഴിഞ്ഞ് കാണും. ഞാൻ വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും വിഷുവിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മളെ കാണണമെങ്കിൽ പിറ്റേ ദിവസമല്ലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നാളെയാണ് ഇത് വീഡിയോ ഇടുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. എല്ലാവർക്കും വിഷു ആശംസകൾ. പിന്നെ കൈനീട്ടം തന്നിട്ടുണ്ട് കേട്ടോ. കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേഴും മഞ്ഞ തൂക്കിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനീ. അങ്ങനെ കുഞ്ഞേച്ചിയുടെ വീട്ടിലാണ് ഇന്ന് വിഷു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ചെറിയ തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടാണ്. മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. കുറച്ച് നോക്കട്ടെ കേട്ടോ ഫുള്ള്. അല്ലേ ചേച്ചി ഇവിടെ പോനെ? ഏതായാലും വീഡിയോ എടുക്കുമല്ലേ അല്ലേ? കടിഞ്ചായ എല്ലാവർക്കും തരുമല്ലേ? അവർക്ക് കിട്ടിക്കാറിയല്ലേ? എല്ലാവർക്കും കൊടുത്തപ്പോ അവന് മാത്രം കിട്ടിയില്ലല്ലോ. തൂവാലയാണോ കേട്ടോ? ആ സുന്ദരനായേ, സൂപ്പറാണേ. ഓ എത്ര പോക്കറ്റാണോ? മൊത്തം പോക്കറ്റാ. എന്നാ പോയിട്ട് വാ. ഇതാ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. എന്തി പതുക്കെ പതുക്കെ. അറിയത്തില്ലല്ലോ വണ്ടി. ചേട്ടായും മാളും കുഞ്ഞനും കൂടെ ചേട്ടായുടെ വീട്ടിലോട്ട് പോവുകയാണ് വിഷുവിന്. കുഞ്ഞേച്ചി പോയില്ല. കുഞ്ഞേച്ചിക്ക് അർജൻറ്റ് തൈര് ഞങ്ങളെ തയ്ച്ച് തന്നു വിടാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും നൈറ്റി കുഞ്ഞേച്ചി തയ്ച്ചു തന്നാൽ നല്ല സൂപ്പറായിട്ട്. എൻ്റേതൊരു മോഡല്, കുഞ്ഞേച്ചിയുടെ നോർമലായിട്ടുള്ള നൈറ്റിയാണ്. കുഞ്ഞേച്ചി സൂപ്പറായിട്ട് തയ്ക്കും. പായസം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും പോരെ. എനിക്ക് പായസം വെക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കാൻ പഠിക്കുവാണ്. ചെറുപയർ പരിപ്പ് അതാ 1 കിലോ 2 കിലോ ശർക്കര. ഇത് ഉണ്ടാക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ ആദ്യമേ ചെറുപയർ പരിപ്പ് എടുക്കുക, വേക്കുക, വെള്ളം നോക്കുക, അതിനുശേഷം വെളിച്ചെണ്ണ തീരുക, വറുത്ത് കോരുക. അതായത് പറഞ്ഞാൽ കോട് കണ്ണിൽ വറുത്ത് കൊടുക്കണം. എന്നിട്ട് അത് മാറ്റി വെക്കുക. പച്ചരി വേവിച്ചെടുക്കുക. അതിനുശേഷം ശർക്കര ചേർക്കണം. രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് ശർക്കര ചേർത്തിട്ട് ലൈനിയാക്കണ്ടേ? ലൈനി ചേർക്കുക. അതിനുശേഷം ഇത് വറുത്ത് നല്ല
വാട്ടിയെടുക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ ചേർക്കുക. ഒന്നാം പാല് ലാസ്റ്റ് ചേർക്കുക. രണ്ടാം പാല് കൂട്ടി യൂസ് ചെയ്യുക. അതിനുശേഷം വന്ന് ഈ തേങ്ങാക്കത്ത് വറുത്ത് കൊടുക്കുക. കപ്പലക്കത്ത് വറുത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി നെയ്ക്കകത്തല്ലേ? നെയ്ക്കകത്ത്. അതിനുശേഷം പരിവാകുമ്പോൾ നെയ്യ് ചേർത്ത് ഒന്നാം പാലും ചേർത്ത് ഇളക്കി വാങ്ങി വെക്കുക. ചുക്ക്, ഏലക്ക, ജീരകം, മേമ്പൊടിയാ ചേർക്കുക. അതൊക്കെ ഏത് സമയത്താ ചേർക്കുന്നേ? ഇളക്കി വാങ്ങുമ്പോൾ ചേർക്കുക. പിന്നെ പോയിട്ട് ഈ ഓരോ തൂക്കം അനുസരിച്ചിട്ടൊക്കെ അത് മാറും. 1 കിലോയ്ക്കാണെങ്കിൽ 2 കിലോ ശർക്കര. ചെറുപയർ പരിപ്പോ സമസം. അരിയും ചെറുപയർ പരിപ്പും സമസമം. ശർക്കര മാത്രം വ്യത്യാസം വരും. പിന്നെ അതനുസരിച്ച് കപ്പലണ്ടി പരിപ്പ് കൂടുതൽ വേണം. അത്രേ ഉള്ളൂ. അതുപോലെ ചുക്കോ ജീരകം കൂടി വരും. എന്നാ തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മൾ ഇത് എടുത്തു വെച്ചല്ലോ, ചെറുപയർ വേപ്പ് ഇനി പേറ്റിയിട്ട് അത് നമ്മൾ എണ്ണ പുരട്ടിയിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അല്ലേ, എന്നിട്ട് വറുത്തിട്ട് കഴുകണം. ഇതാണ് ചെറുപയർ പരിപ്പ്. അറിയത്തില്ലാത്തവർക്കാ കേട്ടോ, അറിയാവുന്നവർക്കല്ല. ഇതുപോലെ മൊത്തം എല്ലായിടത്തും പറ്റുന്ന പോലെ അല്ലേ, എന്നിട്ട് വറക്കണം. ഇത് കോട്ടം കണ്ടതാണ്. ഒത്തിരി ചെമ്പഴുത്ത കളർ. ഞാൻ അവർക്ക് പായസം വെച്ച് കൊടുക്കാനാ. ഇവിടെ വരുമ്പോ വല്ലപ്പോഴും അങ്ങനെ പായസം കുടിച്ചാലായി, ഇല്ലെങ്കിലായി. ആരെങ്കിലും വെച്ച് എന്നാ അറിയാം. കുഞ്ഞേച്ചി പോയപ്പോട്ടെ അറിയാം. പൊടിയൊക്കെ എടുത്തു. ഇപ്പൊ പൊടിയൊന്നും ഇല്ലല്ലോ. അന്ന് പിടിക്കട്ടെ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് പായസം വെക്കാൻ പോയപ്പോഴാണെന്നറിയോ, തൃശ്ശൂർ വെച്ചിട്ട് ചോദിച്ചിട്ട് സൂപ്പർ പായസം ആയിരുന്നു. വെക്കുമ്പോ എല്ലാം വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും ചെറിയ ഉരുളിയില്ലേ, ആ ഉരുളിക്കത്ത് നിറച്ച് പായസം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പായസമായി. അല്ല, ആദ്യമായിട്ട് വെക്കുമ്പോ നമുക്ക് എന്നാണെങ്കിൽ ഒരു ടെൻഷൻ കാണുമല്ലോ. അവിടെ ആണെങ്കിൽ നമുക്ക് അരി ഒരുമിച്ച് അരി ഇതിന് 2 ചണ്ട, പക്ഷെ എനിക്ക് വെള്ളം കൂടുതൽ വേണം. അരി കുറച്ച് വെള്ളം കുറച്ച് മതി. ഇതിപ്പോ പപ്പ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ, കേട്ടോ ഞാൻ ചെയ്യുമ്പോ എങ്ങനെയാ ചെയ്യുന്നറിയോ, വലിയ ചെമ്പിനകത്താണ് അരിയും പരിപ്പും കൂടെ വലിയ ചെമ്പ് കഴിക്കും. അതാ പറഞ്ഞ ഇതിപ്പോ ചെറിയ സാധനം മതിയല്ലോ, ഇതിന്റെ പകുതിയാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ചോദിക്കാം. ഇത് കഴുകും, പായസത്തിന്റെ പച്ചരിയും കഴുകും. അപ്പം പച്ചരി ആദ്യമേ ഇടും, കഴുകിടുക. അതിന്റെ പുറമെ ഇത് കിട്ടും. പച്ചരി ഏകദേശം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അല്ല ഒന്നിച്ചിട്ട് കഴിയുമ്പോ അപ്പൊ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ ഇളക്കി വെന്ത് കഴിഞ്ഞതിന് ശേഷം ശർക്കര അതുകൊണ്ട് മറ്റേ നമ്മുടെ അരവണ പായസം ഒക്കെ അങ്ങനെ ആയിരിക്കും ഒഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത് ഇത് വെറുതെ രചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് കൂടും. അരിച്ചിട്ട് നമ്മൾ പായസം കഴിക്കുമ്പോ അപ്പൊ നമ്മൾ കഞ്ഞി വെക്കുന്നു വളരെ വേഗമാണ്. അന്നേരത്തേക്കും നമ്മൾ എന്നാ ചെയ്യുന്നറിയോ, ശർക്കര കുറ്റിയിടും. ഇട്ട് കഴിഞ്ഞാൽ അതേ മെതേഡിലാണ് നിൽക്കും ഒരളവിന്. അപ്പം പിന്നെ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്തിട്ട് ഈ വരട്ടി എടുക്കും. ഇപ്പം പപ്പ ചെയ്യുന്നതെന്ന് സത്യക്കെന്ന് പറഞ്ഞാല് വരട്ടി പൂള് പോലെയാവും. അന്നേരമാണ് 3-ാം പാല് കുറ്റുന്നത്. അതിനകത്ത് 3-ാം പാല് കുറ്റി അല്ല കേക്ക്, 3-ാം പാല് കുറ്റി ലൂസായി കഴിയുമ്പോ കുറച്ച് ലൂസായി കഴിയുമ്പോൾ 2-ാം പാല് കുറ്റും. അല്ല, ലൂസാക്കാൻ 2-ാം പാല് കുറ്റും. 2-ാം പാല് കുറ്റി കഴിഞ്ഞാൽ അളവ് ശരിയാവും. എങ്ങനെയാ, പായസം പോരാനും എടുക്കാനും കത്തിക്കാതിരിക്കാനും. അപ്പൊ അതിന്റെ അളവ് വരുമ്പോ എന്നാ ചെയ്യുന്നറിയോ, പിന്നെ 3-ാം പാലും 1-ാം പാലും പിന്നെ പശുമാരുണ്ടെങ്കിൽ രണ്ടും കൂടെ കൂറ്റും. കൂട്ടിയിട്ട് ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനമില്ലേ, അതിന്റെ പുറമെ അവിടെ വെതറി ഇടും. ഇട്ടിട്ട് ഇളക്കും. ഇളക്കി കഴിയുമ്പോൾ പറയും നമ്മൾ കൂടുതൽ ഇരിക്കുന്ന ആൾക്കാരോട്ട് പിടിച്ച് വാങ്ങി
വെച്ചേക്കാൻ പറയും. അപ്പം പിടിച്ച് വാങ്ങി വെച്ചിട്ട് നിങ്ങളെന്നും വെക്കുന്നതുകൊണ്ട് എളുപ്പമാണ്. ഞാനിത് ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നേ. പിടിച്ച് വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഓരോ പാത്രത്തിലേക്ക് പോലും ഇപ്പം ഒരിക്കൽ കടയിലൊക്കെ ആണെങ്കിൽ 40 കിലോയുടെ പായസം. അത്രയും ക്വാണ്ടിറ്റി ഉള്ളപ്പോൾ അത്രയും പിന്നെ അളവ് കൂടുതലുള്ളപ്പോൾ നമുക്ക് പിന്നെ അതിനനുസരിച്ച് വെക്കണ്ടേ. വെക്കണം. അപ്പം പിന്നെ ചെയ്യണമെന്നില്ലോ ഇതിന്റെ പായസത്തിന്റെ കുറുക്ക് കളഞ്ഞു വന്നു കഴിയുമ്പോൾ 4-5 തൊട്ടി ആദ്യമേ പോരാ മൊത്തം പറഞ്ഞു പോയി മുറ്റായിട്ട് പോയി ഒരു പതിനോടാക്കിയിട്ടും കളഞ്ഞു മധുരം എല്ലാരും മധുരം കുറവാണ്. ഇത് വറുത്ത് ശരിയാണെങ്കിൽ മധുരം കുറഞ്ഞു പോകും. എങ്ങനെയാണെന്നറിയോ, നമ്മള് പാലെല്ലാം ഊറ്റി ഈ ശർക്കര നന്നായിട്ട് വരട്ടി എടുക്കണം. വരട്ടി എടുത്തിട്ട് പിന്നെ ഈ 3-ാം പാൽ ഊറ്റാവുള്ളൂ, അല്ലേ വെള്ളച്ചോയി. അതുകൊണ്ടാണ് നമ്മൾക്ക് ചില പായസങ്ങൾക്ക് ടേസ്റ്റ് ഇല്ലാതെ തോന്നുന്നത് അല്ലേ. വെള്ളച്ചോ ഊറ്റി ഊറ്റി വിടുക. അമ്മ ചെറുപയർ പരിപ്പ് പിന്നെ വറുക്കുന്നു. ചൂടാക്കുവാണോ വറുക്കുവാ? പിന്നെ മറ്റേ ഒരു ഗോൾഡൻ കളർ അല്ലേ. അയ്യോ അതാരാ ചോദിച്ചത്? ഇത് ഞാൻ വീഡിയോ ഇടാനല്ലേ, വീഡിയോ ഇടാനാണ്. നിങ്ങളെല്ലാവരും ഉണ്ട്. വല്ലപ്പോഴല്ലേ ഞാൻ വരുന്നുള്ളൂ. വരുമ്പോഴല്ലേ നിങ്ങളെയൊക്കെ വീഡിയോ കാണിക്കാൻ പറ്റുള്ളൂ. അല്ല എൻ്റെ മുഖം കണ്ട് കണ്ട് എല്ലാവരും മടുത്ത് കാണും. അത് അമ്മ വറക്കട്ടെ. ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നു പാകം കരിയാതെ. കുറവാണ് പാത്രത്തിൽ അരി ഇടാൻ അതൊരു ഗ്ലാസ് തന്നെയല്ലേ. മറ്റേത് ഒരു ഗ്ലാസ് തന്നെ മതി. ഇതിന് ഈ അരിയുടെ പേരന പായസപ്പച്ചരി അല്ലേ. നെല്ല് കുത്തി വേറെ ഒന്നും ചെയ്യാതെ കിട്ടുന്ന അതൊരു ഗ്ലാസ് അല്ലേ. ഒരു പുഴുക്കൻ ഒരു പ്രാവശ്യം മാത്രം പുഴുക്കി അത് ഉണക്കി എടുക്കുന്നതാണോ ഇത്? കണ്ടോ പൊതി ഇതാണ് ഒരു പുഴുക്കൻ അരിയാണ്. ഇത് പിന്നെ പച്ചരി മാത്രമേ ആൾക്കാർ ഇതൊന്നും ആരും ഇപ്പൊ തിന്നുന്നില്ലല്ലോ. എല്ലാരും കുത്തരി അല്ലെങ്കിൽ പച്ചരി അങ്ങനെയല്ലേ. കഞ്ഞി വെക്കുക, മറ്റേ പാച്ചോറ് പോലെ അല്ലേ. കഞ്ഞിയായിട്ട് വെക്കുക. കോരി കുടിച്ച് നോക്കുക. സൂപ്പർ. അങ്ങനെ പറഞ്ഞില്ലേ 2-3 പഞ്ചാരം എടുത്ത് കോരി കുടിക്കുക. അത് ഞാൻ അരി കഴുകട്ടെ. ചെറുപയർ പരിപ്പ് എടുത്ത് അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് നിറച്ച് പിന്നെ പായസപ്പച്ചരി എടുത്തിട്ടുണ്ട്. തേങ്ങ പൊടിക്കുന്നു. എത്ര തേങ്ങയാ? ഉണങ്ങിയോ? ഉണങ്ങിയാ നമുക്ക് അരിഞ്ഞിടാലോ. എത്ര തേങ്ങ ഇടുന്നേ? ഈ ഒരു കളറില് വറുത്തെടുത്തു. അരി കഴുകി അരിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കുക്കറിലായിരുന്നു പായസം വെക്കുന്നത്. അതുകൊണ്ട് കുക്കർ വേവിക്കും. കുക്കറിൽ 3 വിസിൽ വെച്ച് വേവിക്കണം അല്ലേ. ബിരിയാണി പോകുന്നുണ്ടോ? അതെ പപ്പായ കണ്ടോ എടുക്കുന്നത്? ഞാനല്ല പപ്പ. പപ്പ കൊത്തി എടുത്ത് കണ്ടിച്ചു തരാനെ കണ്ട എങ്ങനെയാന്ന് അരിയിൽ അരിഞ്ഞാ പോരെ. ഇപ്പൊ മറ്റേ അരിയിൽ സാധനം ഉണ്ടോന്നൊക്കെ പപ്പ ഇപ്പൊ ചോദിച്ചതാണ്. അത് ഞാൻ അരിഞ്ഞോളാം. ആരത്? ഞാൻ പറഞ്ഞു കൊടുക്കൂലേ എന്നിട്ട് നല്ല വെളുക്കണം. ഇങ്ങനെ ഇതുപോലെ വെളുത്ത് വേണം. ഇതിപ്പോ തൊട്ടറായി പോയി, അതുകൊണ്ട് അത് ചേർന്നാൻ പറ്റിയല്ല. അല്ലാത്ത തേങ്ങ 10 തേങ്ങ ആണെങ്കിൽ ചെല്ലി വെക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ അരിയാൻ പിടിക്കണം. അരിയാനൊക്കെ എനിക്കറിയാം. ഞാൻ അരിയാമേ. അമ്മ അവിടെ തേങ്ങ ചേരണ്ട് ഒരു പണി ചെയ്തോണ്ടിരിക്കുക. പിന്നെ ഞാൻ അരിഞ്ഞോളാം. അതെടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതലല്ലോ. ഇന്നലത്തെ ഇത്ര മീരി മതിയായിരുന്നു നമ്മളെ തേങ്ങ. പപ്പായെക്കാട്ടിലും കുഞ്ഞായിട്ടാ കുഞ്ഞേച്ചി അരിയുന്നത്. ഇത്രയാണെങ്കിൽ മതി. അതാ നല്ലത്. ഇതാണ് ഒരളവാ, അത് പല അളവായി പോവും. ഇല്ല
ആനൊന്നും ആ പാലളവ് വരത്തില്ല. നിങ്ങൾ അരിയല്ലേ ഇങ്ങോട്ടോ, ഞാൻ അരിയാ അങ്ങോട്ട് കൊണ്ടുപോവാ. നല്ല കാര്യം. ബ്ലൗസ് തയ്ക്കാൻ പോകുന്നവരൊക്കെ ബ്ലൗസ് നല്ല എണ്ണയുണ്ട്. പിന്നെ അത് എന്നാ വ്യത്യാസം? ഇപ്പൊ ഞാൻ അരിഞ്ഞു വെച്ചു, ഇവിടെ എന്നാ വ്യത്യാസം? അതെ, എല്ലാം ഒന്ന് തന്നെയാ. പിന്നെ പോടി എവിടെയും കുറ്റപ്പെടുന്നല്ലേ. ഇതാക്കണം. ഇതുകൊണ്ടോ ഇത് നല്ല നൈസായിട്ട് പപ്പായുടെ നോക്കുക കട്ടിയാണ്. അത് പറഞ്ഞാ മക്കളായിട്ട് പഠിപ്പിക്കുമല്ലേ. അതെ, പാചകക്കാരനെ പാചകം പഠിപ്പിക്കുമല്ലേ. കുഞ്ഞ് അരിഞ്ഞങ്ങ് കൊടുത്തേ. ഞാൻ അരിയാ. വേണ്ട, വീഡിയോ എടുക്കേണ്ടവർ വേണം അരിയ. കട്ടി പോരെ. ആ മതി മതി മതി. ആ അവള് മുങ്ങിയേറ്റ വഴിവാണ്. നല്ലതാണ്, ഒരു കൊപ്ര ആയ കാരണം നല്ലതാണ്. വേഗം വറുത്ത് കോരി എടുക്കാം. കരിഞ്ഞു പോട്ടെ, പിന്നെ പായസം ഒന്നിനും കൊള്ളത്തില്ല. കരിയുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. കട്ടിയാണ് പറഞ്ഞത്. എന്നെ താൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അറിയാൻ എടുത്താൽ മതി. കയ്പായി കഴിഞ്ഞാൽ അതെ, കഴിഞ്ഞു പോയിട്ട് എന്നെ ചെയ്യൂലേ. അതെ അതെ അതെ. ഞാനും ചേച്ചി ഉള്ള കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല ഞാനും ചേച്ചി അല്ലേ ഞാനും ചേച്ചി ഞാനും ചേച്ചി ഉള്ള കാരണം കൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും നോക്കേണ്ട കാര്യമില്ല. ചേച്ചി എല്ലാം ചെയ്തു. ഞാൻ നല്ലോട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ മതിയോ? ഒരു കാര്യത്തില് സാറ് ശ്രമിക്കുന്നുണ്ട് മൂത്ത കുട്ടിനെ. അതിനേലും ഗവൺമെന്റ് ജോലിയായിരിക്കും. എന്തേലും ഗവൺമെന്റ് ഇത് പൊട്ടിച്ചെടുക്കണോ? പോകും. അയ്യോ, കിസ്മിസ് മുന്തി റെഡിയാക്കാം. അമ്മ ഇപ്പൊ അതെടുത്ത് ഇറക്കി വെച്ചതാ. എന്നത് ഫോൺ വീഡിയോ എടുക്കൂല്ലേ? അതെ അവിടെ അമ്മ പപ്പായ്ക്ക് വീഡിയോ എടുക്കണേ. ഇടയ്ക്ക് ദിവസം കയറിയിരുന്നല്ലോ. നോക്കൂ, എന്തായാലും വേണം. അല്ല, ഇതും കൂടെ ഇടണ്ടേ? എന്തായാലും ആവുമ്പോ അത് ഇടണം. കുറച്ച് വെച്ചേക്കുവാ. മതിയോ? അത്ര ആയില്ല. ഞാൻ തീ കുറച്ചാണ് ഇട്ടേ. ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്ന കാരണം കഴിഞ്ഞു പോയെന്നായി. അതുകൊണ്ട് വറുത്തിട്ടൊക്കെ ഉണ്ട്, അതറിയാം. എന്നാലും കരിഞ്ഞു പോകാതിരിക്കണമല്ലോ. മുന്തിരിങ്ങയ്ക്ക് വേർക്കാനൊരു വിഷമോ. കുറച്ച് കുറച്ചുകൊണ്ടായിരിക്കും. കരിഞ്ഞു പോകുന്നതിനെക്കാട്ടിലും വേറെ ഇച്ചിരി കുറച്ച് കിട്ടുന്നത്. അതെന്നതാ? ആ വന്നു, ഇതേ വരുന്നുണ്ട്. വീർക്കാൻ തുടങ്ങി. ഇവരൊക്കെ കയറിയിരിക്കും. വീർക്കാത്തവരൊക്കെ വീർക്കും. നല്ലൊന്ന് കൂട്ടിയിളക്കി. രണ്ട് പാല് പോലെ മതി. ഇതുപോലെ വെക്കാം. ഒന്നാം പാല് ഇളക്കിയാ പോരെ. അത്ര മതി, ഇത്ര പരിമം മതി. ഇനി കോഴി എടുത്തേക്കട്ടെ. ഇടാം. ഓ അതിന് കൂടുതൽ കറുപ്പിച്ച് വന്നേക്കല്ലോ കേട്ടോ. ഇനി കൂടുതലാ കറുപ്പിച്ചേക്കല്ലേ. കരിക്കട്ട പോലെയാവും വേഗം. വെച്ചിട്ട് പോലെ വെള്ളത്തുണി പിഴിയണം. വേണ്ട, വെള്ളത്തുണി എല്ലാം അരിപ്പില്ലേ? തേങ്ങ വറുത്തത്, മുന്തിരി, കിസ്മിസ് അല്ലേ? ഇനി ഇത് അരി വെക്കണ്ടേ? ഇനി മാറ്റി മാറ്റി ഇത് അത് പിഴിഞ്ഞ് വെച്ചതാ. ആ കണ്ടോ കണ്ടിട്ട് കാര്യമില്ല. നല്ലപോലെ ഉണ്ട്. ഇത് ഇത്ര ആ തറത്തുണി കേട്ടെ പോലെ
ഇച്ചിരി ഉണ്ട് പിടിച്ചോ ഇച്ചിരി ബാക്കി കൂടെ എടുക്കൂടാ. ഇതിനകത്ത് ഇനി ഒന്നും കുഞ്ഞെടുക്കാനില്ല. പാലിവിടെ മേടിച്ച് വെച്ചിട്ട് കഴുകിയതാമേ അതെ കഴുകിയതാ. ആ അരിച്ചില്ല. ഇത് രണ്ടാം പാലല്ലേ? കാലത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞ തലേ ദിവസം ഭയങ്കര ബഹളവും അല്ലേ, ഭയങ്കര അരിച്ചില്. അരിച്ചില്ല ഇപ്പൊ ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ മേടിച്ച് കഴിക്കുമല്ലേ. അതെ പൈസ അങ്ങോട്ടുണ്ടോ? അതെ. പിന്നെ തേങ്ങ ചിരട്ടുന്നു, ഒരു വശേ പിന്നെ പച്ചക്കറികൾ അരിയുന്നു, ഒരു വശേ പിന്നെ ബാക്കിയുള്ള തലേ ദിവസത്തിനുള്ള കപ്പ പൊളിക്കുന്നു. എന്നൊക്കെയായിരുന്നല്ലേ. ആ അല്ല അത് പണ്ടും ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പം നമ്മൾ കൂടുതലും കടകളിൽ നമ്മൾ മേടിച്ച് വെക്കുമല്ലേ ചെയ്യുന്നത്. വീട്ടിലൊന്നും ഉണ്ടാക്കിച്ച് കുറവല്ലേ. അങ്ങനെ വിഷു ദിവസം ഉച്ചയായി. ഞങ്ങൾ പായസത്തിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടായിയും ആളും കുഞ്ഞിനും കൂടെ ചേട്ടയുടെ വീട്ടിൽ പോയേക്കുക. കുഞ്ഞേച്ചിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞേച്ചി പോയില്ല. പിന്നെ ഞങ്ങൾ വന്നതുകൊണ്ടും കുഞ്ഞേച്ചി ഇന്ന് വീട്ടിൽ പോയില്ല. കുഞ്ഞേച്ചിയുടെ വീട്ടിൽ ഇവിടെയാണ് കുഞ്ഞേച്ചിയൊക്കെ താമസിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ ആഘോഷമൊക്കെ കഴിഞ്ഞു. ഇനി ഒരു പായസവും കൂടെ വെച്ച് പായസം കുടിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ നമ്മുടെ വീട്ടിലോട്ട് പോകും. അവിടെ പോയി പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല. ഇവിടെ പായസം കൊച്ചു ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ്, കുഞ്ഞേച്ചിയുടെ കൊച്ചു ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് പപ്പ ഇപ്പോൾ പായസം വെക്കാൻ ധൃതി കൂട്ടി പായസമൊക്കെ വെച്ചത്. ഈ പായസമൊക്കെ വെച്ചൊന്ന് നോക്കണം കേട്ടോ. വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മെസ്സേജൊക്കെ അയക്കണേ. എനിക്ക് മെസ്സേജും കമൻസൊക്കെ വളരെ കുറവാണ്. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറയുവാണെങ്കിൽ പപ്പ പണ്ടൊരു കോക്കിയായിരുന്നു. അതായത് പപ്പ പണ്ടൊരു പാചകക്കാരനായിരുന്നു. കല്യാണ വീട്ടിലുമൊക്കെ പാചകം ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പോൾ വയ്യാത്തതുകൊണ്ടങ്ങും പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഇവിടെ വന്നിപ്പം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. എനിക്കറിയാവുന്ന പോലെ ഞാനും ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ മാങ്ങയൊക്കെ ആയോ? അത് കണ്ടോ, ഇവിടെ കുഞ്ഞേച്ചിയൊക്കെ വീടിൻ്റെ താഴ്ഭാഗത്ത് ഒരു മാങ്ങ നിറച്ച് മാങ്ങുന്നുണ്ട്. ദൈവമേ കണ്ണ് കിട്ടരുതേ. ചിലപ്പം മാങ്ങയെല്ലാം കൂടെ പൊഴിഞ്ഞു പോയാൽ എന്നെ എല്ലാവരും കുറ്റം പറയും. ചെറുപയർ പരിപ്പും കുക്കറിൻ്റെ അകത്ത് വെച്ചു അല്ലേ. ആകാശം ഒരു മൂടലുണ്ടല്ലേ. മഴ പെയ്യോ? ഓ ഈ മാങ്ങ കണ്ടിട്ടാണ് എനിക്ക് തിന്നാനും തോന്നുന്നു. പല്ല് കുളിക്കുകയും ചെയ്യും. ഏതായാലും പറഞ്ഞാൽ തിന്നാം. നാട്ടുമാവിൻ്റെ മാങ്ങയാണ് ഞാനിപ്പോഴാണ് അറിയുന്നത്. വീട്ടിൽ നിന്ന് അമ്മ പറിച്ചുകൊണ്ട് വന്നു. നല്ല പുളിയാ. നേരത്തെ ഇരുന്ന് ചീകോ ചെയ്ത് അല്ലേ. എല്ലാവർക്കും നിൽക്കും. ജീരകം അന്നേരം മറച്ചു വെക്കും. അത് പിന്നെ ഉണ്ട് കുറച്ചുകൂടെ ഉണ്ട്. ഇതിപ്പോൾ മറ്റേ പിന്നെ വേവിച്ച് ചോറും പിന്നെ ഇത് വെച്ചല്ലേ പരിപ്പും. അങ്ങോട്ട് നോക്കാൻ പറ്റും. അതൊക്കെ ഉള്ളപ്പോൾ കുറയ്ക്കാനായിട്ട് കുറയ്ക്കാനില്ല. ഇവിടെ നല്ല മഴയാണ്. അടിപൊളി. മഴ തുടങ്ങിയതേ ഉള്ളൂ. ഏതായാലും വിഷുവിന് മഴയും വന്നു. മാളുവിനെ വിളിച്ചോ ചേച്ചി? വട്ടം ചുറ്റിക്കണോ? അമ്മ ഞാൻ പൊങ്ങിപ്പൊങ്ങി പോയില്ലേ, കൈ ഇളക്കിയത്.
അങ്ങനെയല്ല ഈ സാധനം അങ്ങനെ ഇറക്കി. ഒഴിച്ചോമേ, ഞാനെടുത്തു ചുറ്റിക്കാനായി. കുറച്ച് തരി ഉണ്ടായിരുന്നല്ലേ? തരി ഉണ്ടെങ്കിൽ കരിയ വല്ല കല്ലുകൊണ്ടോ നമ്മൾ നോക്കണം. നല്ല ശർക്കര. അത് ഞാൻ അങ്ങോട്ട് മനസ്സിലാവും. അല്ല അതോടെ ഇട്ടാൽ മതി. ഞാനി പോരെ? മതി മതി. അങ്ങോട്ട് ഇട്ടാക്കണ്ടോ? 10 രൂപ ഞാൻ അതിനകത്ത് കീടോ. ഞാനി മതി. ഫോണൊക്കെ നമുക്ക് തരാം. അത് കഴിയാൻ പോലെ അത് മൊത്തം കഴിക്കും. കുറുക്കത്തുണ്ടെങ്കിൽ നല്ല മകരോ തേങ്ങാപ്പാൽ എടുക്കണ്ടേ? പറ്റിയോട്ടെ പറ്റിയോട്ടെ. ഒന്നാമത്തെ ഒഴിച്ചില്ലല്ലോ, അല്ല രണ്ടാമത്തെ ഒഴിച്ചില്ലല്ലോ. ഒന്നും ചെയ്തില്ല. ഇനി അതിനകത്ത് പണി പാകം ഉള്ളത് പിന്നെ പായസത്തിന് അരി വെച്ചു. അരി ചെറുപയർ പരിപ്പും ശർക്കര ഇട്ടു. അല്ല ഇളക്കണം ചോദിക്കുന്നു. ഞാൻ പിടിച്ചോ അത് പിടിച്ചോളാനാണ്. എടുക്കാം. നമ്മൾ തേങ്ങാപ്പാലില്ലേ, അതിന്റെ 1-ാം പാല് എടുത്ത് നമ്മുടെ കല്ല് അടുക്കുന്ന അത്ര ദൂരത്തിൽ വെച്ചേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിലോ കല്ലോ തേക്കുക. പിന്നെ അതിന് മരുന്നൊന്നും വേണ്ട, അതോടുകൂടി ചെയ്യാവും. എന്നാ ഇത് നല്ല നല്ല 100 ഡിഗ്രി ചൂടാ. പക്ഷെ ആ തേങ്ങാപ്പാല് കുഴപ്പമില്ലാതെ ശരിയാവും. അതിപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. അടുത്ത് വെച്ചേക്കാം. ഇത് 2-ാം പാല്, ഇത് 1-ാം പാല് അതല്ലേ കുറിയത്. ചോദിക്കാമല്ലേ കുഞ്ഞേച്ചിയോട്? ഞാൻ ഇളക്കാൻ കുറച്ച് നേരം. അടിയും പിടിക്കുക സൈഡിലും പിടിക്കുക കൂട്ടി കളഞ്ഞോ കണ്ടോ. അപ്പൊ ഇതിന്റെ എണ്ണം വരുന്നില്ലേ ഇപ്പോഴേ അത് നമ്മൾ ഇങ്ങനെ മാറ്റുക. പോണോ അതെ എടുത്തോ അയ്യോ ഫോണിലായി മാള് വരെ അത് മാള് വന്നു ഇപ്പൊ നാളെ ഇത് ജീരകം പിന്നെ ഏലക്ക ചുക്ക് ഇടാൻ പോകുന്നേ ഉള്ളൂ. ഇടും ഇതിൻ്റെ അകത്തല്ലേ ഇടുന്ന ചുക്ക്? ഇതിലോട്ടിടാം. എല്ലാം കൂടെ ഒന്നിച്ചിടാനുള്ളതല്ലേ. തേങ്ങ വറുത്തത് മുന്തിരി കിസ്മിസും. ഇത് പറയാ ഇത് പറയാം. നോക്കി നിൽക്കും. ടേസ്റ്റോളാണോ? കുറവാണോ? കുറവാണോ? പിഞ്ച അല്ലെങ്കിൽ എന്നെ കുത്തൽ വരുമെന്നറിയോ? കൊണ്ടിരിക്കുന്നു. 1-ാം പാല് ആദ്യമായിട്ടുണ്ടാകും. 2-ാം പാല്. അയ്യോ അത് മാറി മാറി പോവാ. 2-ാം പാല് ഇത് ഒഴിക്കുമ്പോൾ തിള നിൽക്കലെന്ന് പറഞ്ഞാൽ തിള നിൽക്കരുത്. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് ഒഴിക്കും. അതിനാണ് നമുക്ക് ഈ അടുപ്പ് വേണം നീ പറയുന്നതിന്റെ കാര്യം. അതെ സാധാരണ നമ്മുടെ വിറകടുപ്പല്ലേ അതാകുമ്പോ മറ്റേ വലിയടുപ്പാണെങ്കിൽ കുഴപ്പമില്ല ഇതിന്റെ തന്നെ. മറ്റേ നമ്മള് ഇതിന് കാറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. വെള്ളിയാഴ്ച അത് തിള നിൽക്കരുതെന്ന് പറയുന്നതിന് കാരണം അങ്ങനെ അതിൻ്റെ അകത്തൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്. വീണ്ടും ഇളക്കുക. ഇനി അങ്ങനെ അടി പിടിക്കത്തില്ല. നെയ്യ് ഒഴിച്ചു ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച് ഇപ്പൊ തിള വന്നു കുറച്ചുകൂടെ കൂട്ടുക ചുറ്റി ചുരുളെന്ന് പറഞ്ഞേക്കണം. അത് തന്നെ ഒരിടത്ത് തന്നെ ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അവിടെ നടുക്ക് മാത്രം തിള അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം തിളച്ചോണ്ടിരിക്കും എല്ലായിടത്തും. സുമചേച്ചി ചോദിച്ചാ ഇത് എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചത് അവിടുത്തെ സുമചേച്ചി. അവരൊന്നേ അരി അല്ലെങ്കിൽ പയറ് മാത്രമേ വെക്കത്തുള്ളൂ. അരിയും പയറും. 1-ാം പാല്. 1-ാം പാല്. 2-ാം പാല്. ഓ വീണ്ടും തീർച്ചയായിട്ടും. അല്ല അത് നമ്മൾ ഇത് അരിച്ചെടുത്തല്ലേ?
ആ അതിന്റെ മട്ടം ഇല്ലെന്ന് പറഞ്ഞാൽ മട്ട് വരും. ആ മട്ടുണ്ടോ? മട്ട് വരും. അപ്പൊ ലാസ്റ്റത്തെ ഒഴിക്കരുത്. ഇത്രയും മണി വെച്ചാൽ ആ മതി മതി മതി. തേങ്ങാപ്പാലിന്റെ ഒന്നാം പാൽ ഒഴിക്കുന്നു. ഒന്നാമത് ഒഴിക്കുന്നു. അവരെ വരുമാനം വിചാരം കേട്ടോ. അതെടുക്കാം ഇത്. അത് ഒഴിക്കുന്നുണ്ട്. ഇത്രയും പാലുള്ളപ്പോ അല്ല ടേസ്റ്റ് വേണ്ട ഉണ്ടാക്കുന്നത് അല്ലാതെ ടേസ്റ്റ് ഇല്ല. മാസങ്ങളെ അയ്യത് പറ്റിക്കണം കേട്ടോ. ഒരു മിനിറ്റ്. വാടി മെതലിയില്ലേ കുറച്ച് ദിവസം കൊണ്ട് അതിന്റെ കൈ പഴുത്ത് അയ്യോ എല്ലാവരും വേണം. എല്ലാവരും കുറച്ചേച്ച് കൂടുമ്പോ നാസിലാണ് ആ ഉറുമ്പ് കുത്തിയ. ആ വെടി പിടിച്ചു വെടി പിടിച്ചു. അതായിരിക്കും കുടിക്കുന്നുണ്ട്. എടുക്കുന്നുണ്ടോ? അപ്പൊ ഇളക്കിക്കോ. ഇതായിരിക്കും കുഞ്ഞിനെ കുത്തിയത്. കുഞ്ഞവനെ നെയ്യ് ഒഴിക്കണോ? നീ നീ നെയ്യ് ഒഴിക്കണം. പശുമാര് പിന്നെ അരക്കപ്പം ഇത് നിലക്കേ അത് ഇച്ചിരി കുറുകു വരെ ഇരിക്കുമ്പോ ഇച്ചിരി കുറുകു വരെ ചേച്ചി. നെയ്യ് വേണോ? നെയ്യ് ഒടുവില്ല ഒരു തൊഴിൽ അതിന്റെ മണം വരുന്നുണ്ടോ നോക്കാം. ഒത്തിരി ഒഴിക്കണ്ടോ? അപ്പൊ എനിക്ക് കുടിക്കേണ്ടത് ആ മറ്റേ സാധനം എടുക്കും. സെൻസർ സെൻസല്ലേ അതേ വാനിലയുടെ ആണോ? ഇതാരത് എസൻസ്. വാനില്ല വാനില്ല മറ്റേ തവി മറ്റേ ഒരു തവി. ചവി ഇപ്പൊ കുഞ്ഞേച്ച് കൊണ്ടുവന്നായിരുന്നല്ലോ. ഈ പാലും കൂടി അങ്ങ് ഒഴിച്ച് ഇത് എടുത്തേച്ച് പിന്നെ അങ്ങോട്ട് ഒഴിച്ചു ഇങ്ങോട്ട് ഒഴിച്ചു. ഇത് കണ്ടോളാം. കാണത്തില്ലേ? ഇങ്ങോട്ട് തിരിക്കേ. ഇതാ ഇങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ നിൽക്കും. തീ ഓഫ് ചെയ്തോ. ചകല അച്ഛന് കൊടുത്തേ. കൊടുക്കാം. ഓഫ് ചെയ്യാം. ഇത് അടിക്കണ്ടേ എസൻസ്? ആ സണ്ടി കൊണ്ടുപോവാ. അത് അതിന്റെ ചൂടുണ്ടല്ലോ. പൊട്ടിച്ചോ? പതുക്കെ പതുക്കെ. അതിനൊരു ചോറും വേണ്ട. വാനില എസൻസ് ഒഴിച്ചു. അതിന്റെ പെരയത്ര കഴിഞ്ഞ് അതറിയില്ലേ സകലം മതിയല്ലേ പാപ്പ? ആ ഒരു മതിയല്ലേ മതി മതി പാപ്പ. നോക്കണ്ട് കഴിഞ്ഞ മാസം കാപ്പിയിലെ ചായ ചേർക്കാൻ കേട്ടോ ഈ സാധനം. കാപ്പിക്കാൻ കാപ്പി കാര്യം ചേർക്കാം. എടുത്തു പോത്ത് വെക്കൊട്ട്. ഇങ്ങനെ പായസം റെഡി. അവിടെ വെച്ചോടി. ആ വീട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. എവിടെയാ? ആ നിന്റെ പിന്നെ മറ്റേ വീട്ടേക്കാണോ ആദ്യം പുറത്തുണ്ട് കിടന്നേ. ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലേ? വെക്കോ. ഇത്ര നേരം സഹകരിച്ച് അടുപ്പിന് ശകലം പിന്നെ മണം പിടിച്ച വന്നല്ലോ മണം പിടിച്ച ഈച്ചകൾക്കും പ്രകൃതിക്കും എല്ലാവർക്കും കൊടുത്തു. എന്തിനാ നമ്മുടെ ഉപ്പേരി തീ കെടുത്തിയോ? കഴിഞ്ഞടിച്ചു. എന്താ കൊച്ചേ കല്ല് നീട്ടിക്കൊണ്ടിയല്ലേ? അല്ല ഞാൻ വേറെ എടുത്തോളാം. വേണ്ട വേണ്ട വേണ്ട. സേവ വേണ്ട. പപ്പായ്ക്കൊക്കെ പരിചയമായി. നമുക്ക് പരിചയമുള്ള ആകെ സൂചി പിടിച്ച് പരിചയമുള്ള കൈയുള്ളൂ. സൂപ്പറാ. സൂപ്പറാണോ? അടിപൊളി. ഇനി നിങ്ങൾ വാങ്ങി അവിടെ ഇരിക്കട്ടെ. മേളിലായി വാങ്ങി വെച്ചേക്കാം. അങ്ങനെ പായസ പരിപാടികളൊക്കെ തീർന്നു. വെള്ളം വീഴാതെയൊക്കെ വെക്കണം ഇവിടെ മാറ്റി. ഏതെയാണെങ്കിൽ അല്ലെങ്കിൽ അടുപ്പ് ഇപ്പൊ കുഞ്ഞു പഠിച്ചോതൊക്കെ. നീ അടുത്ത പ്രാവശ്യം വെക്കുമ്പോ പപ്പായ വിളിച്ചാൽ പോയി. അല്ല നമുക്ക് സംശയം തോന്നിയാൽ ചോദിക്കണ്ടേ? അത്രയൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു ശകലം അരി മതി. എടുത്തു. അടുത്തത് അമ്മ ഞാൻ കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. 4 പേര് കൂടി ഒരു പായസം വെച്ചു. നിങ്ങളല്ലേ എപ്പോഴും കുടിക്കുന്ന കാരണം നിങ്ങൾക്ക് ഒരു മീച്ചമില്ല. വെക്കുന്നില്ല. ഞാൻ ഈ ഉണ്ണിയപ്പം നിങ്ങളുടെ പായസം വെച്ചാൽ ഈ പായസം വെച്ചിട്ടുണ്ടോ? ശർക്കര വെച്ചിട്ടുണ്ടോ? ശർക്കരയില്ല. ശർക്കര മുഴുവൻ എടുത്തില്ല അപ്പ ഇത്ര എണ്ണം വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യണം. ഏത് സാധനം എടുത്താലും എല്ലാം ഉണ്ട്. പിന്നെ വറപ്പൊടി ഇല്ലെന്നേ ഉള്ളൂ. വറപ്പൊടി പണ്ടേ പിന്നെ അടപ്പ് പാത്രം ഉണ്ട്. ആ അടപ്പ് പാത്രത്തിന്റെ അകത്ത് കൊണ്ടുപോകും നിങ്ങൾ. ഇങ്ങോട്ടല്ലേ വെക്കണ്ടായി. ഈ പായസം
ഷുഗർ രോഗിയില്ല. ഇങ്ങോട്ട് എടുക്കൂ. കാണാമല്ലേ ഷുഗർ ഉണ്ടാകുന്ന ആൾക്കാരൊന്നും യാതൊരു കുഴപ്പമില്ല. മൂടുന്നതാണ് അതിൻ്റെ അടിയിൽ പാത്രമുണ്ട്. ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടോ? അത് ആവി വെച്ച് ആ അതിൻ്റെ അടി വെച്ച് നോക്കിയിട്ട് ഒന്ന് കുറച്ച് എന്തായാലും ഇരുന്നില്ല. കുട്ടിപ്പഴനിയെ തന്നാൽ മതി. ഇങ്ങനെ അടച്ചേക്കട്ടെ. അങ്ങനെ മുച്ചിൽ കയറി പോയി തോന്നണം. അതെ തവി അങ്ങോട്ട് അങ്ങോട്ട് വെച്ചോളി. അതിന് വേണ്ടിയിട്ട് വെച്ചു. ശശിജയ്ക്ക് ഉണ്ടായിരുന്ന ഇച്ചിരി കൊടുക്കും. ഞാൻ പായസം ഞാനും അമ്മയോട് വെച്ചേനെ. അവിടുത്തെ പായസം എൻ്റെ ദൈവമേ ഒരു 5-6 ഇളക്കക്കാരി ചിട്ടി കാണിച്ച് കുറുകിയല്ല. ഇല്ല അവര് മൊത്തം നാശിക്കും. വെള്ളമായി കഴിഞ്ഞാൽ അടപ്രഥമന് അധികം വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ഇത്ര മേക്കണം പറക്കണം അതൊന്നുമില്ല. മറ്റേ ഇത് പറഞ്ഞില്ലേ പരിപ്പ്, അത് പിന്നെ നെയ്ക്കകത്ത് പറ്റി അടപ്രഥമന്റെ ഈ സാധനം വറക്കണം. ഒരു ഗോൾഡൻ കളറാണ്. എനിക്കിപ്പോ അങ്ങനെ വറുത്തിട്ട് ഈ പച്ചവെള്ളത്തിൽ വേവിക്കരുത്. യഥാർത്ഥത്തിൽ 3-ാം പാല് അതിനകത്ത് വേവിക്കണം. വേവിച്ചാൽ വേവാകുമ്പോഴത്തേക്കും ഈ ശർക്കര പാനി നൂറ്റുക. വലിയ ഇളക്കൊന്നുമില്ല. പിന്നെ വാങ്ങുക നൂലുക. അവിടുത്തെ അടപ്രഥമൻ എങ്ങനെ ഇരിക്കുന്നറിയോ? ബ്രൗൺ കളർ എന്താണെന്നറിയോ? മറ്റേ മിൽക്ക് മെയ്ഡ് ഒഴിക്കും. ഈ അടപ്രഥമൻ കഴിച്ചേര് എന്നാ സൂപ്പർ. ഞാൻ അടപ്രഥമൻ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ അടപ്രഥമൻ അല്ല, അവിടുത്തെ ഒരു പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര അധികം ഉപയോഗിക്കുന്നില്ല. മിൽക്ക് മെയ്ഡ് ഭയങ്കര മധുരമല്ലേ? നല്ല ബ്രൗൺ കളർ. ആ ബ്രൗണിലായിരിക്കുന്നത്. എന്നിട്ട് ഈ മിൽക്ക് മെയ്ഡ് പപ്പ ഉപയോഗിക്കും. പപ്പ ഒരു റോസ് കളർ, റോസ് കളറിലായിരിക്കുന്നത്. ആദ്യമായിട്ട് അത്രയും നല്ല അടപ്രഥമൻ തൃശ്ശൂരിൽ കല്യാണത്തിന് എല്ലാരും ഉണ്ടല്ലോ പാല് ചുമ്മാ കൊണ്ട് കമത്തിയിട്ട് ഉണ്ടാക്കത്തേ ഉള്ളൂ. എന്നാ പാലടയാണ് ഉണ്ടാക്കുന്നത്. ആ പാലട പ്രഥമന് പക്ഷെങ്കില് ഇത് മനുഷ്യ തിന്നാത്തവരും കൂടെ തിന്നും. അപ്പൊ പാലിന്റെ യാതൊരു ടേസ്റ്റും ഇല്ല. കൊണ്ട് സൂപ്പർ സാധനമായിരുന്നു. കറക്റ്റ് എല്ലാ സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം കറക്റ്റ്. അവിടെ 3 കടത്തെ അടപ്രഥമൻ വെച്ചു കൊടുത്തു. അവരെല്ലാം പറയുന്നത് സൂപ്പറാണ്. എല്ലാരും പാചകം, നമ്മുടെ വീട്ടിൽ എല്ലാരും പാചകക്കാരല്ലേ. ആർക്കും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത കാര്യമില്ല. അല്ല കുഞ്ഞേച്ചി ഉണ്ടാക്കും. ഈ അടപ്രഥമൻ വേറെ കാര്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഞാനിപ്പം വാങ്ങാൻ നേരത്തെ അരി എന്നാലും അത് ശരിക്കും കോമ്പറ്റീഷൻ ആവുള്ളൂ. അലുവേനെ എടുക്കും. ഞാൻ ഇവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ ഈ മെറ്റലാണെങ്കിലോ പൂച്ചക്കറി സൂപ്പർ. പൂച്ചക്കറി കദളിയൊക്കെ ഇട്ടിട്ട് പ്രഥമൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. ഒരു 10 ഗ്രാം മതി. നമ്മുടെ വീട്ടിലായി ഇരിക്കുമ്പോഴല്ല ഭയങ്കര സെന്റിന്റെ മണമല്ലായിരുന്നു. അതെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നത് പോയതാ. അതേ മരത്തിൽ കൊണ്ടുപോയതാ. നമ്മുടെ നാട്ടിലെ മിക്കവാറുള്ള കല്യാണങ്ങളിലെല്ലാം പപ്പ പാചകം ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ചിരട്ടയും കൊണ്ടുപോയി പായസം മേടിച്ച് കുടിയായിരിക്കും പരിപാടി. വേണം കുടിക്കണം എന്നുള്ളത്. ഇപ്പൊ ആരും അങ്ങനെ അന്നത്തെ കാലത്ത് ഈ സാധനങ്ങളൊക്കെ കല്യാണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസം ഇപ്പൊ പായസം വെക്കണോ അന്നേരം സാധനം മേടിക്കാൻ വെക്കും. അങ്ങനെ കല്യാണ കാര്യങ്ങളൊക്കെ നാട്ടുകാർ കഴിയില്ല. ഇപ്പൊ ആരും അതെ തലേ ദിവസം ഒന്നും ഒരു പരിപാടി ഇല്ലല്ലോ. അതിന് വെക്കത്തില്ല. അല്ല പപ്പ തലേ ദിവസം ഒക്കെ ആണെങ്കിലും കാറ്ററിംഗിലാണ് പറയുന്നത്. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട് വൃത്തിയായിട്ട് നടന്നോളുന്നു. ജോലി തീർന്ന ആരും പറയുന്നത്. പക്ഷെ വേറെ കഴിയില്ല. സഹകരിക്കുന്നേ നമ്മൾ അങ്ങോട്ട് സഹകരിച്ചാലേ അതെ ഇവിടെ നിന്ന് ചള്ളായി പോകാം. മുഴുവൻ കഴിച്ചിട്ട് പോയാൽ മതി. പിന്നെ ഏതായാലും തേങ്ങാപ്പാൽ തേച്ചപ്പം ശരിയായിട്ടുണ്ട്. കൈ അപ്പൊ നീട്ടിലൊന്നുമില്ല. മനു വന്നില്ല. അമ്പലത്തിൽ വന്നില്ല. മനു കാണാൻ ജോബി വന്നിട്ട് എല്ലാത്തിനും ടേസ്റ്റ് കേട്ടെന്ന് പറഞ്ഞത് വീടെടുത്ത് വായിലോട്ട് വെക്കുവേ കഴിച്ച് എന്നതാണേലും വേണ്ടിയല്ല. പിന്നെ ഞാൻ വേഗം അവിയില് പകരമായിട്ട് വേഗം നമുക്ക് പോയേക്കാം. അത്രേ ഉള്ളൂ. നമുക്ക് പോകാൻ പാ. ഇങ്ങനെ കഴിച്ചു വെക്കാം.
ആ എന്നാൽ ശരി നമുക്കിനി പോയേക്കാം. പോയിട്ട് വരാമില്ലേ? എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാം. വേറെ കൂടെ ഒന്നും ഇല്ലല്ലോ? വേറെ കൊടുന്നില്ല. മോചത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് നിന്റെ അതിൻ്റെ ആ ഇതിലാണോ? ഇന്നലെ ഈ സമയത്ത് വന്നു. അതെ ഈ സമയത്ത് ഇന്നലെ ഇതിലൊക്കെ മുമ്പേ വന്നു. ഞാൻ വന്നതേ ഞാൻ ഈ സമയം എപ്പോഴല്ലോ. എന്നാൽ ശരിയേ പോയിട്ട് വരവേ. ആളുണ്ടോ? ആ അത് മേളിലോട്ട് ഇടണം പപ്പ. എന്നാ ശരി ശരി. കഴിഞ്ഞു പോയതാണോ? അങ്ങനെ വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വിഷുവിന് ഇതുപോലൊരു വീഡിയോ ഒക്കെ കൊണ്ടുവരാം. ബാക്കിയുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് എനിക്ക് കമൻറ്റും ഒക്കെ ചെയ്യണം. എന്നാലേ എൻ്റെ ചാനലിന് കുറച്ചുകൂടെ റീച്ചൊക്കെ കിട്ടത്തുള്ളൂ. നിങ്ങളെല്ലാവരും സഹായിക്കുവാണെങ്കിൽ ഞാനും ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആകും എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. പിന്നെ പറയാൻ മറന്നുപോയി, ഇതാണ് എൻ്റെ വിഷുക്കോടി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റീവായാലും പോസിറ്റീവായാലും പറയണം. പറഞ്ഞാലേ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് ദയവായി എല്ലാവരും കമൻറ്റ് ചെയ്യണേ.